ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വണ്ടർബേഡ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സോഫ്റ്റ്വെയറാണ് XDയുടെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് XDയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. XD എന്ന് പറയുന്നത് തന്നെ എക്സ്പീരിയൻസ് ഡിസൈനിങ് ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള എല്ലാ ബിസിനസ്സുകളും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒരു യൂസേഴ്സിനെ ഡിപ്പെൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസൈൻസ് എപ്പോഴും ചെയ്യുക. അതിനെയാണ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനിങ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂസർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഡിസൈൻസ്, അതായത് കാറ്റഗറി വൈസ്, ഇപ്പം ഏജ് വൈസ്, അതേപോലെ തന്നെ അവരുടെ ടേസ്റ്റ് വൈസ്, പ്രിഫറൻസ് വൈസ്, ഇങ്ങനെയാണ് നമ്മളിപ്പം ഡിസൈൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും യൂസേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്തു കൊടുക്കുമ്പം നമ്മൾ അതിന് പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് സ്കെച്ച്, ഇൻവിഷൻ, അതേപോലെ തന്നെ ആക്ച്വർ, XD, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഇന്ന് അവൈലബിൾ ആണ്. ഇത് മെയിനായിട്ട് പ്രോട്ടോടൈപ്പിങ്ങിനും അതേപോലെ ഡിജിറ്റൽ പർപ്പസ് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ XD പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, XD നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോസ് മെഷീൻ ആയിക്കോട്ടെ, മാക്കിൻ്റെ മെഷീൻ ആയിക്കോട്ടെ, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാം. ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണാം ഹോം, ലേൺ, ക്ലൗഡ് ഡോക്യുമെന്റ്, ഷെയർഡ് വിത്ത് യു എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. ഇതിൽ നിങ്ങളുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മുമ്പ് ചെയ്തിട്ടുള്ള ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഇത് വരും. അതേപോലെ തന്നെ ഓൺ യുവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ, നിങ്ങളുടെ സിസ്റ്റത്തിൽ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. ഷെയർഡ് വിത്ത് യു എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സൺസിന് പല സ്ഥലത്തിരുന്നിട്ട്, പല രാജ്യത്തിരുന്നിട്ട് ഒരേ സമയം നമുക്ക് വെബിലൂടെ, നെറ്റിലൂടെ, ഇന്റർനെറ്റിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള, അതൊക്കെ ഡിജിറ്റൽ കൊളാബറേഷനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഷെയർഡ് വിത്ത് യു എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഈവൻ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്, ക്ലയന്റിന്റെ അടുത്ത് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഇത് ഷെയർഡ് വിത്ത് യു എന്ന് പറയുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 4 തരത്തിലുള്ള പ്രീഫിക്സഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പം നിലവിൽ മാർക്കറ്റിലുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇത് വരുന്നതായിരിക്കും, ടെംപ്ലേറ്റ്സ് വരുന്നതായിരിക്കും. ഇവിടെ മെയിനായിട്ട് ഐഫോൺ ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ പിക്സൽ, ഐപാഡ്, ഏതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. വെബിനാണെന്നുണ്ടെങ്കിൽ വെബിന് 3 റെസൊല്യൂഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ആണത്. ഇത് ഏതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കാൻ പോകുന്ന കസ്റ്റം സൈസാണ്. അപ്പോൾ കസ്റ്റം സൈസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോ വന്നു, XDയുടെ വിൻഡോ വന്നു. ഇതിനകത്ത് ഇവിടെ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും ഒക്കെ അത് നോർമലായിട്ട് സാധാരണ ഒരു സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവർക്കും അറിയാൻ സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്ന മാക് മെഷീൻ ആയതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇത് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് വിൻഡോസിലാണ് റൈറ്റ് സൈഡിൽ ക്ലോസ് ബട്ടൺ ഒക്കെ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ സെലക്ട്, അതേപോലെ റെക്ടാങ്കിൾ ടൂള്, എലിപ്സ്, ഇതൊക്കെ ടൂൾ ബാറാണത്. കംപ്ലീറ്റ് ടൂളാണ്. ഇത്രയും ടൂൾസ് ഉണ്ട് നമ്മുടെ XD. ഇത് തന്നെ ധാരാളമാണ് നമുക്ക് പല രീതിയിലുള്ള ഡിസൈൻസ്, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിസൈൻ ഡോക്യുമെന്റ് അസറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് കളേഴ്സ്, ക്യാരക്ടർ സ്റ്റൈൽ, അതേപോലെ കമ്പോണൻസ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രോട്ടോടൈപ്പ് ലിങ്ക് ചെയ്യാനുള്ള, അതായത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടോടൈപ്പിങ്ങിന്റെ സെക്ഷൻ തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പം ഒരു മിനിമം രീതിയിൽ ഞാൻ പറഞ്ഞു പോവാം. ഇത് നമുക്ക് നമ്മുടെ ചെയ്യുന്ന പ്രോട്ടോടൈപ്പുകൾ പരസ്പരം ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലിങ്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഷെയർ എന്ന് പറയുന്നത് നമുക്കിത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ HTML-ഉം CSS, ബേസിക് ആയിട്ടുള്ള HTML CSS-ഉം എല്ലാ ഒരുവിധം കോഡിംഗ് ഒക്കെ നമുക്ക്, കോഡിംഗ് അല്ല, നമ്മുടെ അതിൻ്റെ HTML കോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അസറ്റ്സ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ആ അസറ്റ്സ് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അതായത് ഡെവലപ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ റൈറ്റ് സൈഡിൽ പ്ലേ ബട്ടൺ ഉണ്ട്. അത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ കാണാൻ വേണ്ടിയാണ്, നിങ്ങൾ ചെയ്ത വർക്കിന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ സൂം ഇവിടെ 100% സൂമാണ് ഇവിടെ കിടക്കുന്നത്. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ അതേപോലെ തന്നെ ഞാനിപ്പം ഇതിനകത്ത് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ആഡ് ബോർഡാണ്. ഈ ആഡ് ബോർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം അതിൻ്റെ ഏത് തരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം ഇവിടെ കാട്ടുന്നുണ്ടാവും. ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഐഫോൺ
12 Pro Max എന്ന് പറയുന്ന ഒരു ഇതാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്തു. ഇത് ഐഫോൺ മാക്സ് പ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് ഏത് ആർട്ട് ബോർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ആർട്ട് ബോർഡിൽ മെയിനായിട്ട് ഇവിടെ ഐഫോൺ 12 Pro Max എന്ന് പറയുന്ന ഒരു ഇത് കാണാം. നമുക്ക് ഇവിടെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഷോപ്പിംഗ് കാർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ഷോപ്പിംഗ് കാർട്ട് എന്ന് ടൈപ്പ് ചെയ്തു. അത് ഷോപ്പിംഗ് കാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് കാർട്ട് ഹോം അല്ലെങ്കിൽ ലോഗിൻ സ്ക്രീൻ, ഒരു സിമ്പിളായിട്ടുള്ള ലോഗിൻ സ്ക്രീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് നമുക്ക് ഇനി ഇവിടെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഒരു കോപ്പിയും കൂടെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ഓപ്ഷൻ നമ്മുടെ മാക്കിൽ അതേപോലെ തന്നെ നമ്മുടെ വിൻഡോസ് മെഷീനിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഇതിൻ്റെ സെയിം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആർട്ട് ബോർഡ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ആയി പോകുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മളിപ്പം ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇപ്പം നമ്മൾ ഏത് അസറ്റാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആർട്ട് ബോർഡാണ്. അപ്പോൾ ആർട്ട് ബോർഡിൻ്റെ വിഡ്ത്ത് ട്രാൻസ്ഫോം, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ആക്സസ് വൈ ആക്സസ് എക്സ് ആക്സസ് ഉള്ളത്. ഇപ്പം അതേപോലെ തന്നെ ഇവിടെ വെർട്ടിക്കൽ ആയിട്ടാണ് ഇപ്പം ഇതിരിക്കുന്നത്. നമുക്കിവിടെ താഴെ കാണാം ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൻ്റെ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. അതേപോലെ നമുക്കിവിടെ ലേഔട്ട്, ഇത് ഗ്രിഡ് സിസ്റ്റമാണ്. നമുക്ക് എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പം ഗ്രിഡ് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും റെസ്പോൺസീവായിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രിഡിൻ്റെ കോളം, അതേപോലെ തന്നെ ഗട്ടർ വിഡ്ത്തിൻ്റെ ഇതിൻ്റെ ഈ ഇടയിലുള്ള ഗ്യാപ്പ്, അതേപോലെ കോളം വിഡ്ത്ത്, ഈ ഒരു കോളത്തിൻ്റെ വിഡ്ത്ത്, അതേപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് തന്നെ കൺട്രോൾസ് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട്. ഓക്കെ, സോ ഞാൻ ഈ ഗ്രിഡ് ഓഫ് ചെയ്യാണ്. നമുക്ക് ഇപ്പം ബേസിക്കായിട്ട് നമ്മൾ ടൂൾസ് പഠിച്ചു, അതേപോലെ തന്നെ ഇതിൻ്റെ അസറ്റ്സിൻ്റെ വിൻഡോ പഠിച്ചു, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ വന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുന്ന ടൂൾസിൻ്റെ. ഇപ്പം ഞാൻ ഈ റെക്റ്റാങ്കിൾ എടുക്കുന്നതെങ്കിൽ ഒരു ഡ്രോ ചെയ്യുക, റെക്റ്റാങ്കിളാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ കളർ വേണമെന്ന് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിനിപ്പോൾ ഷാഡോ വേണമെങ്കിൽ ഷാഡോ കൊടുക്കാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊടുക്കുന്നത് അത് ഇമേജ് ബ്ലറാണ് ശരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഓക്കെ, ഇതിന് റൗണ്ടഡ് കോർണേഴ്സ് വേണമെന്നിട്ട് ഈ റൗണ്ടഡ് കോർണേഴ്സ് നമുക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു കോർണർ പിടിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഈസി ആയിട്ട് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആക്കാം. ഇത് ഒരു പ്യൂർലി ഒരു വെക്ടർ ഗ്രാഫിക്സ് ആണ് നമ്മളിതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പം HTML ആക്കി കഴിയുമ്പോൾ ഏത് സൈസിലേക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ക്വാളിറ്റി ഒരിക്കലും മിസ്സാകാണ്ട് നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇമേജുകളെ. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ലോഗിൻ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്കിതിനെ സേവ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും വർക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യണം. ഇവിടെ അൺടൈറ്റിൽഡ് 2 സെക്കൻഡ് മെയിൻ കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഡോക്യുമെൻ്റ് സേവ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് കാരണമാണ് ഇത് ലോഡാകാത്ത. നമുക്ക് ലാസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞ ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഒരു ഐഫോണിൻ്റെ ഡിസൈൻ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഡിസൈൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. മെയിനായിട്ട് അതൊരു ലോഗോ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് കാർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഗോ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലോഗിൻ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ഷോപ്പിംഗ് കാർട്ടിൻ്റെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് Ctrl+C, അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് Ctrl+V അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ലോഗോ വന്നായിട്ട് കാണാം. ഇതിനെ റീസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഒരു മൂലയിൽ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റീസൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എവിടെയാണ് കൊണ്ടുവെക്കേണ്ടത് അത് കറക്റ്റായിട്ട് കൊണ്ടുവെക്കാം. നമുക്ക് ഈ ഒരു ഗ്രിഡ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗട്ടർ സ്പേസിംഗ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഗട്ടർ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ലെഫ്റ്റ് മാർജിൻ 20 ആക്കി. ഓക്കെ,
ലോഗിൻ സ്ക്രീനിൽ എനിക്ക് സെൻട്രലിൽ നമുക്ക് സെൻട്രലാക്കാം അത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇവിടുന്ന് ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. ഇതിൻ്റെ എഡ്ജിൽ ചെറുതായിട്ട് ഒരു സ്റ്റൈൽ കൊടുത്ത് ഞാൻ ഇതിന് ഞാനൊരു കളറും പിക്ക് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ ഔട്ട്ലൈൻ കളറാണ്, അത് നമുക്ക് ഓഫാക്കി ഇടാം. നമുക്കിതിൻ്റെ ഉള്ളിലുള്ള കളേഴ്സ് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിത് ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കളർ പിക്കറാണ്, കളർ പിക്കർ ടൂളാണ്. അത് നമുക്ക് പിക്ക് ചെയ്തിട്ട് ഏത് കളറാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറിനനുസരിച്ച് നമുക്കത് പിക്ക് ചെയ്തിടും. അപ്പം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. നെക്സ്റ്റ് എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോഗിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചെയ്തു. ടൈപ്പ് ടൂളാണ്. കുറച്ച് സൈസ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ തന്നെ സൈസ് നമുക്ക് അതിൻ്റെ കൺട്രോൾസ് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. കളർ ജസ്റ്റ് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്തു, ഒരു 28 കൊടുത്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് അലൈൻ ചെയ്തു. ഞാൻ ഇനി അടുത്ത് ഒരു ഇൻപുട്ട് ഫീൽഡാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ലോഗോൻ്റെ സ്റ്റൈൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആയത് കാരണം ഞാൻ ഇവിടെയും ഈ ഒരു ഫീൽഡിന് ഞാനൊരു ചെറുതായിട്ട് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആയിട്ട് കൊടുത്തു. ജസ്റ്റ് കുറച്ചൊരു അല്ലെങ്കിൽ നമുക്കിതിന് വെറും ഔട്ട്ലൈൻ മാത്രമായിട്ട് കൊടുക്കാം. 2 ആക്കി. അതേപോലെ തന്നെ ഇതിനെ നമുക്കൊരു 3 ഫീൽഡ് വേണം. 3 ഫീൽഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിപ്പീറ്റ് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് റിപ്പീറ്റ് ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫീൽഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഞാനൊരു 3 ഫീൽഡാക്കി. എന്നിട്ട് ഞാനിതിനെ അൺഗ്രൂപ്പ് ഗ്രിഡ് കൊടുത്തു. ഇതിൻ്റെ സ്പേസിംഗ് ഒക്കെ ഇൻ ബിറ്റ്വീൻ സ്പേസിംഗ് ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിൽ വന്നിട്ട് ഇത് വേണമെന്ന് ടൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് എടുക്കാം. പിന്നെ യൂസർ നെയിം എൻ്റെ സൈസ് ഒരു 16 ആക്കി. പാസ്വേഡ് ഒരു ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കൂടെ കൊടുക്കാം. ഫോർഗെറ്റ് പാസ്വേഡ് അണ്ടർലൈൻ കൊടുക്കാം. ഇത് നമുക്കൊരു ബട്ടണാക്കാം. ലോഗിൻ ബട്ടൺ നമുക്കൊരു കളറ് ഇതിലുള്ള ഏതെങ്കിലും കളർ തന്നെ പിക്ക് ചെയ്യാം. ചേഞ്ച് ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാണ് ഇങ്ങോട്ടേക്ക്. വേണ്ട, ലോഗിൻ. കളർ ചേഞ്ച് ചെയ്തു. ഇനി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യം കൂടെ ആഡ് ചെയ്യണം. ഈ ലൈൻ ആഡ് ചെയ്യണം. ലൈൻ ആഡ് ചെയ്യാൻ അവിടെ ഒരു ഡിവൈഡർ ഞാൻ ആഡ് ചെയ്ത് ജസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇപ്പം എല്ലാ ലോഗിൻ സ്ക്രീനിലും കാണാം. നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ലോഗിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതായത് സോഷ്യൽ മീഡിയ വഴി ലോഗിൻ ചെയ്യാം. നമ്മൾ ലോഗിൻ വിത്ത് ഇവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് കോപ്പി ചെയ്തു, ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്തു. അതേപോലെ ഇതൊന്ന് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും കൂടെ സെലക്ട് ചെയ്യാം. ഇവിടെ അലൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് വേണം. ഇതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ടോപ്പിൽ അലൈൻ ചെയ്യുന്ന, അതേപോലെ തന്നെ സെൻട്രൽ അലൈൻ ചെയ്യുന്ന, അങ്ങനെയൊക്കെ. ഇതെല്ലാം ഒന്ന് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്യാം.
നമ്മളിവിടെ ഒരു ലോഗിൻ സ്ക്രീൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് മെനു എന്താണ്, ടൂൾസ്, അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ആർട്ട് ബോർഡ്സ്, ഗ്രിഡ് സിസ്റ്റം, ഗ്രിഡ് എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നത്, അതേപോലെ സൂം ഇൻ സൂം ഔട്ട്. സൂം ഇൻ സൂം ഔട്ടിൽ നമുക്ക് കൺട്രോൾ പ്ലസ് മൈനസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് മൗസ് ബട്ടൺ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത് സൈസ് നമുക്ക് കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഈ ചെയ്ത വർക്കിനെ നമുക്കൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ, പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരത്തെ പറഞ്ഞു പ്ലേ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തൊരു സെപ്പറേറ്റ് വിൻഡോ ആയിട്ട് വരുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, എസ്കേപ്പ് ചെയ്താൽ അത് നമ്മൾ നോർമൽ രീതിയിലേക്ക് തന്നെ പോകും. അപ്പോൾ എല്ലാവരും ഈ ഒരു അസൈൻമെൻറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.